സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർക്കെതിരെ കേസ്. ഭൂമി ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് കോടതി നടപടി. കർദിനാളിന് പുറമെ ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരൻ സാജു വർഗീസ് എന്നിവരാണ് കൂട്ടുപ്രതികൾ. പെരുമ്പാവൂർ സ്വദേശി ജോഷി നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് കോടതിയുടെ നടപടി. ഹർജിക്കാരൻ ഹാജരാക്കിയ തെളിവുകൾ പരിശോധിച്ച കോടതി പ്രഥമ ദൃഷ്ട്യാ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് കർദിനാൾ അടക്കമുള്ള പ്രതികൾക്ക് തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയക്കാനും ഉത്തരവായത്. കേസിലെ സാക്ഷിയായവരുടെ മൊഴിയും കോടതി രേഖപ്പെടുത്തി. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കോടതി കേസെടുത്തത്. 22-ന് പ്രതികൾ നേരിട്ട് ഹാജരാകാനും കോടതി നിർദ്ദേശം നൽകി. എറണാകുളം അതിരൂപതയിലെ സാമ്പത്തിക ബാധ്യത അവസാനിപ്പിക്കാനായി രൂപതയുടെ കീഴിൽ എറണാകുളം നഗരത്തിലുള്ള 3 ഏക്കറിലധികം ഭൂമി കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം ചെയ്തതും രൂപതയുടെ സാമ്പത്തിക ബാധ്യത 70 കോടിയോളമായി ഉയരുകയും ചെയ്തതാണ് വിവാദമായത്. ഇടനിലക്കാരന്റെ തട്ടിപ്പിന് ആലഞ്ചേരിയും ഫിനാൻസ് ഓഫീസർ, വികാരി ജനറൽ എന്നീ സ്ഥാനങ്ങളുള്ള വൈദികരും അനുവാദം കൊടുത്തുവെന്നായിരുന്നു ആരോപണം. മീഡിയ 1, കൊച്ചി. 3 കോടി രൂപ പിഴയടയ്ക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പീൽ നൽകും. ഉയർന്ന വിലയ്ക്ക് ഭൂമി മറിച്ചുവിറ്റിട്ടില്ലെന്നും ഇടനിലക്കാർ നടത്തിയ ഇടപാടിനെക്കുറിച്ച് അറിയില്ലെന്നും കാണിച്ചാകും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക. മാർ ജോർജ് ആലഞ്ചേരിയുടെ അറിവോടെ സീറോ മലബാർ സഭയ്ക്ക് കീഴിൽ നടന്ന ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് 3 കോടി രൂപ പിഴ ചുമത്തിയത്. ഇതിന് പിന്നാലെ തന്നെ സഭ ആദ്യ ഗഡുവായി 50 ലക്ഷം രൂപ പിഴയൊടുക്കുകയും ചെയ്തു. ഇത് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനു പിന്നാലെ അതിരൂപത വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ അപ്പീൽ നൽകാൻ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമി ഇടപാട് സംബന്ധിച്ച് സ്വതന്ത്ര ഏജൻസിയായ KPMG നടത്തിയ അന്വേഷണ റിപ്പോർട്ട് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്തിന് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് വത്തിക്കാന് സമർപ്പിക്കാനിരിക്കെയാണ് സഭ അപ്പീൽ നൽകാനൊരുങ്ങുന്നത്. ഉയർന്ന വിലയ്ക്ക് ഭൂമി മറിച്ചുവിറ്റിട്ടില്ലെന്നും ഇടനിലക്കാർ നടത്തിയ ഇടപാടിനെക്കുറിച്ച് തങ്ങൾക്കറിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാവും അതിരൂപത ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക. ഇക്കാര്യങ്ങളിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെങ്കിലും ആദായ നികുതി വകുപ്പിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുമെന്നും സഭാവൃത്തങ്ങൾ വ്യക്തമാക്കി. അതിനിടെ ആലഞ്ചേരിക്കെതിരെ വ്യാജ ബാങ്ക് അക്കൗണ്ട് ചമച്ചുവന്ന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി പരാതിക്കാരന് നോട്ടീസ് അയക്കുകയും സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. മീഡിയ 1, കൊച്ചി.